സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോയി എന്റെ അമ്മോ. അയ്യടാ. ഞാൻ കാർത്തിക്കിന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ട് 12 hours ആവുന്നു. അറ്റ്ലീസ്റ്റ് ഒരു റിപ്ലൈ എങ്കിലും തന്നോണ്ടായിരുന്നു. പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. The subscriber you are calling is out. അനക്കൊന്നും കേക്കുന്നില്ലല്ലോ. ഉറങ്ങിയോ രണ്ടാളും? എന്റെ കൊച്ചുമോള് മിടിക്കുക. അവള് കാര്യം പറഞ്ഞു കാണും. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വാക്കു പറയാതെ അവളുടെ ദേഹത്ത് തൊടാൻ പറ്റുമെന്ന് എന്റെ കൊച്ചുമോൻ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഇവള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ബെഡ്ഷീറ്റ് പോലും ചുളുങ്ങിയിട്ടില്ല. ചക്കരെ, എടി ചക്കരക്കുട്ടി, എണീറ്റേ, എണീക്ക്. കാർത്തിക് മോനോടെല്ലാം പറഞ്ഞോടി മോളെ. എന്താടി മോളെ നിന്റെ മുഖത്തൊരു വിഷമം? നീ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞോടി മോളെ. പിന്നെ പഠിപ്പിക്കാന്ന് സമ്മതിച്ചോ? ദേ, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്നലത്തെ പോലെ തന്നെ അങ്ങ് പോയാ മതി. സമ്മതിക്കും. കളക്ടർ ആവണം, അതായിരിക്കണം പ്രധാനം.
ദേ നോക്ക്, നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഈ വീട്ടിൽ വേറെ ആരും അറിയരുത് കേട്ടോ. ഏ? ആ, ആ. ദേ, നീ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അച്ചമ്മയ്ക്ക് പോണം, വേഗം സാരി മാറട്ടോ. ചെല്ല് ചെല്ല്. എന്റെ മോള് മിടുക്കിയ. കാർത്തിയെ വരച്ച വരെ നിർത്തി ലക്ഷ്യം നേടിയെടുക്കും അവള്. കുറച്ച് പൂവൊക്കെ പിച്ചിട്ടേക്കാം. ഇവിടെ ആരും ഇല്ലേ? അല്ലേ അമ്മച്ചേ, സുന്ദരി? ആ, അത് പോയില്ലേ? ഇനിയിപ്പോ അതിനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അമ്മച്ചേ, മല്ലികേ, ഇതൊക്കെ എവിടെ പോയി കിടക്കുവാ? മല്ലികേ, ആ ഇങ്ങോട്ട് വാ. എന്താ ഓടിപ്പോണേ? നല്ല കണിയാ രാവിലെ തന്നെ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. അപ്പൊ വീട് പൂട്ടിയിട്ടിരിക്കായിരുന്നല്ലോ. എവിടെ പോയതാ? അതിന് മറുവീടല്ലായിരുന്നോ കുമാര? അതിനൊക്കെ പോയിട്ട് വന്നപ്പോ ഒരു നേരായി. എന്നെ കാണുമ്പോ തന്നെ മല്ലിക തെറി വിളിക്കുമെന്നാ ഞാൻ കരുതിയത്. ഞാനെന്താ വരുന്നവരെയും പോകുന്നവരും ഒക്കെ തെറി വിളിച്ചോണ്ട് നടക്കണോ? അങ്ങനല്ല, ഞാൻ കല്യാണത്തിന് വന്നില്ലല്ലോ, അതിന്റെ ഒരു പരിഭവം പറയത്തില്ലേ? എന്നാലും എന്റെ കുമാര നീ വന്നില്ലല്ലോന്ന്. അയ്യോ, എന്നാലും എന്റെ കുമാര നീ വരാത്തത് നന്നായിന്നേ ഞാൻ പറയും. രണ്ടവന്മാര് വിളിക്കാതെ വന്നിരുന്നു. ചില്ലറ പ്രശ്നങ്ങളൊന്നും അല്ല അവന്മാർ അവിടെ ഉണ്ടാക്കിയത്. ദേ നോക്കി, അവന്മാരെ പോലെ അല്ല ഞാൻ. ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തിൽ ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. എനിക്കതൊക്കെ അറിഞ്ഞുകൂടെ കുമാരാ? ദേ, ഞാൻ വിൽക്കുന്ന ഈ ലോട്ടറിയാണ് സത്യം. ദേ, അങ്ങനെയൊന്നും ആണ് ഇടണ്ട. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ? ഞാൻ വരാത്ത അതുകൊണ്ടൊന്നും അല്ല. ആ ബഷീർക്കാടെ പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചെന്നേ, ഒന്ന് മറിഞ്ഞു വീണ് കാലൊന്ന് ഉളുക്കി. പട്ടി നിന്നെ കടിച്ചില്ലല്ലോ? ഇല്ല. അയ്യോ, പട്ടിയുടെ ഭാഗ്യം. അല്ലെങ്കിലേ ഈ വിഷം കയറി അതങ്ങോട്ട് ചത്തേനെ. നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, നാട് നീളെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവനാണ് കുമാരനെന്ന്. കുമാരൻ പറയുന്നത് സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ മല്ലികയ്ക്ക്? ആ, പറ്റും. എന്റെ മോള് പരീക്ഷയ്ക്ക് പോയതിന് നീ എന്തൊക്കെയാടാ പറഞ്ഞു വരുത്തിയത്? അവൾ ആ മങ്കി ജോണിയുടെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ? അത് ഞാനായിട്ട് ഗണിച്ചു പറഞ്ഞതാണോ? ആ മൈക്ക് സെറ്റ് അജു തെളിവ് സഹിതം പറഞ്ഞു. ഞാനതൊക്കെ വിശ്വസിച്ചു. നിന്റെ ഒരു മൈക്ക് സെറ്റ് അജു. ദേ, കൂടുതൽ വർത്താനം പറയാതെ നീ ഒന്ന് പോ കുമാര. അങ്ങനെ അങ്ങോട്ട് പോകില്ല മല്ലികേ. എന്താടാ? അല്ല, അതുകൊണ്ട് മല്ലികക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആ വിഷയം അത്രക്ക് വഷളായതുകൊണ്ട് കൃഷ്ണൻ മുതലാളി അളിയനെ കൊണ്ട് ആ സുന്ദരിയെ കെട്ടിക്കാമെന്ന് അപ്പൊ തന്നെ പറഞ്ഞില്ലേ? നീ ആ പറഞ്ഞത് നേരാ. അതുകൊണ്ട് എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് മല്ലികേ. 1 കോടി രൂപ ലോട്ടറി അടിച്ചാലും 1 മാസത്തിനകം അവൻ പഴയ പോലെ ദരിദ്രനായിട്ട് മാറും. നീ എന്താ ഉദ്ദേശിച്ചത്? നല്ല ബന്ധം കിട്ടിയാൽ മാത്രം പോരാ, അത് തകരാതെ കൂടി നോക്കാൻ വേണം. ദേ, രാവിലെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ മോന്തി അടിച്ച് പൊളിക്കും. ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല. നടക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുന്ദരിയുടെ കല്യാണം മുടക്കണമെന്നും പറഞ്ഞ് നടന്നത് ആരാണോ അവന്മാര് പിന്മാറി പോയെന്നൊന്നും വിചാരിക്കണ്ട. സുന്ദരിയുടെ ജീവിതം തകർത്തവരടങ്ങൂ. നീ അജുവിന്റെ കാര്യമാണോടാ പറഞ്ഞത്? അല്ലാതാര്? സുന്ദരിയെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനാ അവന്റെ പരിപാടി. അവിടെ പോയി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രശ്നം ഉണ്ടാക്കാനാണോ പാട്? ഏത് സ്ഥലത്തും പ്രയോഗിക്കാൻ പറ്റിയൊരു സാധനമുണ്ട്, അറിയാമോ? ദേ, അവിഹിതം. അതായിരിക്കും അവനടുത്ത് പ്രയോഗിക്കാൻ പോണത്. നീ ഒന്ന് പോയേ. ആ വീട്ടിലെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങ് എറണാകുളത്ത് മരുമോൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇത് പ്രയോഗിക്കുന്നെങ്കില് കൂടെ ജീവിക്കുന്നവർക്കിടയിൽ നാണക്കേടുണ്ടായാലേ ദേ മല്ലിക കൊച്ചു വീട്ടിലൊന്ന് നിൽക്കും. നമ്മളൊക്കെ പാവങ്ങളാ മല്ലിക, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അതുകൊണ്ടാ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. എന്താന്ന് വെച്ചാ ചെയ്തു. ഇതിന്റെ പേരിൽ എന്നെ പരദൂഷക്കാരെന്ന് വിളിക്കാതിരുന്ന മാത്രം മതിയേ. ഞാൻ പോവാ, പോട്ടെ. എന്നാ പോട്ടെ. സംഗതി
പുതിയ പെണ്ണ് പെരുമാറേണ്ടത്. ദേ കുളിയൊക്കെ കഴിഞ്ഞാ നേരെ അടുക്കളയിലേക്ക് ചെല്ലണം. അമ്മായിയമ്മയെ സഹായിക്കണം. ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിച്ചെടുത്ത് ഇവിടുത്തെ പെണ്ണായി മാറണം. ഇങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നില്ല. അത് കൊള്ളാം. വരാതെ പിന്നെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കാനാണോ ഉദ്ദേശം? എനിക്കൊട്ടും താല്പര്യമില്ലാതെ ഈ വിവാഹം നടന്നത്. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് സുന്ദരിയെ പോലൊരു പെണ്ണിനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങോട്ട് നോക്കി. എല്ലാരെയും അകന്നിങ്ങനെ നിന്നാ അവർക്ക് സംശയം തോന്നും. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. വെറുതെ സങ്കടം അഭിനയിച്ച് എല്ലാരെയും അറിയിക്കല്ലേ. ഇത് അഭിനയൊന്നും അല്ല. എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. എന്തിന്? പറ മോളെ, എന്താ നിന്റെ സങ്കടം? അത് ഇന്നലെ എന്താ? കാർത്തി വല്ലതും പറഞ്ഞോ മോളെ? ഏയ് ഇല്ല അച്ഛമ്മ. എനിക്കറിയാം. ആദ്യ രാത്രി തന്നെ കുടുംബജീവിതമൊക്കെ പിന്നെ മതിയെന്ന് ഒരു പെണ്ണ് പറഞ്ഞ ഏതൊരാണിനും ദേഷ്യമേ തോന്നും. മോള് പറഞ്ഞത് വിരോധം കൊണ്ടല്ലെന്നും നല്ലതിനു വേണ്ടിയായിരുന്നു എന്നും പതുക്കെ പതുക്കെ അവൻ മനസ്സിലാക്കും. അപ്പൊ പിണക്കമൊക്കെ മാറി നിന്നെ സ്നേഹിക്കുകയും ചെയ്യും. അത് അച്ഛമ്മേ, ഞാൻ ഇപ്പൊ മോള് ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം എല്ലാവരോടും കളിച്ചും ചിരിച്ചും പെരുമാറണം. കാർത്തിക്കിന് ഒരു കുറവും വരാതെ അവന്റെ കാര്യങ്ങൾ നോക്കുന്ന നല്ലൊരു ഭാര്യയാവണം. പറ്റില്ലേ? ഇപ്പൊ തന്നെ നോക്കിയേ, നേരം ഇത്രയായി. ഇതുവരെ കാർത്തിക്ക് ഒരു ചായ കൊണ്ട് കൊടുത്തോ മോള്? ഇല്ല. എടി മോളെ, നിന്റെ ഭർത്താവല്ലേ കാർത്തി. അവനൊരാഗ്രഹം കാണില്ലേ? ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ച് ഇന്നത്തെ കാര്യങ്ങൾ തുടങ്ങണമെന്ന് ഇല്ലേ? ദേ വെറുതെ മൂളിയാ പോരാ, ചെയ്യണം. വാ ഇങ്ങോട്ട്, ഞാനും വരാം അടുക്കളയിലേക്ക്. ദേ ചായ ഉണ്ടാക്കി നീ തന്നെ കാർത്തിക്ക് കൊടുക്കണം. എന്നിട്ട് അവന്റെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ 2 വർത്താനം പറയണം. അപ്പൊ മോളുടെ എല്ലാ സങ്കടങ്ങളും മാറും. വാ. ഹലോ വൈഗ. ഹായ് ഡിയർ. എവിടെയാ? ഹലോ, കേൾക്കാൻ വയ്യേ? ക്യാൻ യു ഹിയർ മീ കാർത്തിക്? ഞാൻ ഷൂട്ടിലാ വൈഗ. അത് ശരി. ഇന്ന് എറണാകുളത്തേക്ക് വരുന്നത്? എറണാകുളം ഞാൻ കുറച്ച് വൈകും. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. ഇഷ്ടമാണ്, ജീവനാണെന്നൊക്കെ പറഞ്ഞ് ഏതേലും ഒരു പെണ്ണിന്റെ പിറകെ നടക്കും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നൊക്കെ ആയിരിക്കും ഡയലോഗ്. ആ പെണ്ണെങ്ങാനും തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ അതോടെ തീരും ആവേശം. പിന്നെ ആ പെണ്ണ് പിറകെ നടക്കണം. അതാ പതിവ്. ഇത് അങ്ങനെയൊന്നും അല്ല വൈഗ. പിന്നെങ്ങനെയാണ്? അല്ല വൈഗ, ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടില്ല ഞാൻ, അതുകൊണ്ടാ. മച്ചാനെ, നീ ഇവിടെ വന്നിരിക്കായിരുന്നു.
ആരാ കാർത്തി അവിടെ മച്ചാൻ എന്നൊക്കെ വിളിക്കുന്നത്? അവനെ വൈകിക്ക് അറിയാം. നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇല്ലേ, വിനീത്, അവനാ. ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മച്ചാൻ എന്നാണോ വിളിക്കുന്നത്? ഇവനെന്റെ എക്സിക്യൂട്ടീവ് മാത്രമല്ലല്ലോ, ഹീസ് മൈ ക്ലാസ്മേറ്റ്. ഓക്കെ അത് വിട്. ടെൽ മീ ദിസ്, എന്നെ ഒന്ന് കാണണം തോന്നില്ലേ കാർത്തിക്കിന്? ഞാനൊരു കാര്യം പറയട്ടെ, വൈകിയെ ഞാൻ എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടെന്നറിയോ? അതെനിക്കറിയാം, പക്ഷേ അത് കാർത്തി പറഞ്ഞു കേൾക്കുമ്പോ ഒരു സുഖമല്ലേ? പറ, കേൾക്കട്ടെ. യുവർ ആറ്റിറ്റ്യൂഡ്, പാഷൻ ടു പ്രൊഫഷൻ, എനർജി ലെവൽ, ദെൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, യുവർ പ്രിഫറൻസ്. പ്രൊഫഷനാണ് വൈകിക്ക് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ്. ഇപ്പൊ ഇത് പറയാൻ കാരണം? ഷൂട്ട് നിർത്തിവെച്ച് വൈകിയെ കാണാനായിട്ട് ഞാനിപ്പോ അങ്ങോട്ട് വരണോ, അതോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വൈഗ ടീക്ക് ശേഷം അടുത്ത ഹിറ്റ് ഉണ്ടാക്കണോ? യു ഡിഫെൻഡ് മീ. ഓക്കെ, വർക്ക് ഇസ് വർക്ക്, അതാ എനിക്കും ഇഷ്ടം. സോ വേഗം വർക്ക് തീർത്ത് എറണാകുളത്ത് എത്തണം. ഓക്കെ ഓക്കെ, വിത്തിൻ ഡേയ്സ് ഞാൻ എത്തിയിരിക്കും. ഫോൺ വെക്കുന്നില്ലേ? ഫോൺ വെക്കാൻ തോന്നുന്നില്ല. ദിവസം മുഴുവൻ നമുക്കിങ്ങനെ സംസാരിച്ചോണ്ടേ. ഷോട്ട് റെഡി സാർ. ദേ വിളിക്കുന്നു. ഫസ്റ്റ് വർക്ക്, ദെൻ ലവ്. ബൈ ഡിയർ. സ്വർഗത്തിലെ കട്ടുറുമ്പാവൻ വന്നോണം, ദ്രോഹി. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്ക, എന്താ നിന്റെ ഉദ്ദേശം? ഓ, മോൻ കേട്ടില്ലേ ഒന്നും? കേട്ടത് കൊണ്ടാണല്ലോ ചോദിച്ചത്. വൈകിയുടെ പ്രണയം അറിഞ്ഞപ്പോ മുതല് ഞാൻ വേറൊരു ലോകത്താണ്. നീ താലി കെട്ടിയ ഒരു പെണ്ണിതിനകത്തുണ്ട്, അത് മറക്കരുത്. മറന്നേ പറ്റൂ, കാരണം എനിക്കിഷ്ടമില്ലാത്ത വിവാഹം ഇത്. അറിയാലോ നിനക്കെന്നെ, ജീവിതത്തിൽ എനിക്ക് ആദ്യമായി ഒരു ഇഷ്ടം തോന്നിയത് വൈകിയോടാ. അവളെ എനിക്ക് കിട്ടിയേ പറ്റൂ. ശരി, നീ എന്താന്ന് ചെയ്യും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അതൊന്നും ഒരു പ്രശ്നമല്ല. എത്ര ആൾക്കാരെ വേണമെങ്കിലും വെച്ചോ, കൊയ്ത്ത് നാളെ കഴിയണം, അത്രേ ഉള്ളൂ എനിക്ക്. ശരി. ചായ. നെൽകൃഷി വേണ്ടാന്ന് ഞാൻ എത്ര പറഞ്ഞാലും കേക്കത്തില്ല ഇദ്ദേഹം. കൃഷിക്കാരനാണെങ്കിൽ ഒരു കണ്ടത്തിലെങ്കിലും നെല്ല് വേണം, അല്ലെങ്കിൽ ഒരു കുറവാ. കൈനഷ്ടം അല്ലാതൊന്നും മിച്ചമില്ലെന്ന് മാത്രം. കൃഷിക്കാരെയൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അടുക്കളക്കാരി നോക്കിയാ മതി. ശരി, സമ്മതിച്ചു. പിള്ളേരൊക്കെ എണീറ്റോ? സുന്ദരി കുളിച്ച് റെഡിയായി അച്ഛമ്മയുടെ കൂടെ അതേ അടുക്കളയിലേക്ക് എത്തി. ആഹാ, അമ്മായിയമ്മ മരുമോളെ കൊണ്ട് ജോലി എടുപ്പിച്ചു തുടങ്ങിയോ? ഞാനായിട്ടൊന്നും ചെയ്യിച്ചില്ലേ. സുന്ദരിയുടെ അച്ഛമ്മയ്ക്കൊരാഗ്രഹം, സുന്ദരി തന്നെ ചായ ഉണ്ടാക്കി കാർത്തിക്കിന് കൊണ്ട് കൊടുക്കണോന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അവനെങ്കിലും നല്ല ചായ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അത് മതി. ഇനി ഇവിടെ തന്നെ വിളിക്കണേ, ലക്ഷ്മി ഒരു ചായന്ന്. മരുമോള് കൊണ്ടുവന്ന് തരികേ ഉള്ളൂ.
ഒരിക്കലൊരു ആത്മാർത്ഥ സുഹൃത്തിനോട് ഇങ്ങനെ കാണിക്കരുത് കാർത്തി. ഇന്നോളം ഈ നിമിഷം വരെ ഞാൻ എന്തെങ്കിലും നിന്നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെന്തിനാ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? പറ മച്ചാ, എങ്ങനെയാ ഫസ്റ്റ് നൈറ്റ് തുടങ്ങിയത്? ആ ഓപ്പണിങ് അത് മാത്രം പറഞ്ഞാ മതി. കൈയെടുക്കടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴ് അവന്റെ ഒരു ഒന്ന് എഴുന്നേറ്റ് പോവോ? നിനക്ക് പ്രത്യേകിച്ച് നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ, പിന്നെ പറഞ്ഞാലെന്താ? ഒന്നും നടന്നില്ല പോരെ? വല്ലതും നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എടാ മഹാഭാബി, ജീവിതത്തിൽ ഒരു അൺഫോർഗറ്റബിൾ നൈറ്റ് നീ കളഞ്ഞു കുളിച്ചല്ലോടാ ദ്രോഹി. ചായ ചായ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ചായ എനിക്ക് വേണ്ട. അമ്മ തന്നു വിട്ടതാ, തരാൻ പറഞ്ഞു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി മേലിൽ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ വന്നേക്കരുത്. ഒരുമാതിരി നാട്ടിൻപുറത്തെ പെമ്പിളരുടെ സ്വഭാവം ഉണ്ടല്ലോ, ഈ തോർത്തും സോപ്പും ഒക്കെ എടുത്ത് സേവിക്കാൻ വരുന്ന പ്രകൃതം. അതെന്നോട് വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആ പേരും പറഞ്ഞ് എന്റെ പുറകെ കൂടണ്ട. അമ്മ പറഞ്ഞോണ്ട് ഞാൻ കൊണ്ടുവന്നതാ, സോറി. ഒരു സോറി പോന്റെ മുമ്പിൽ നിന്ന്. ഡാളിയ, എന്തോ നടയത്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നെ എത്ര വേണേലും വഴക്ക് പറഞ്ഞോ, പക്ഷെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് ഇതുപോലെ ചെയ്യല്ലേ, അവർക്ക് വിഷമാവും. അമ്മയുടെ അച്ഛന്റെ ഒന്നും കാര്യം താൻ അന്വേഷിക്കണ്ട. അവരുടെ കാര്യം നോക്കാനേ എനിക്കറിയാം.